ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യ രാജ്. ഇന്നേ കുറച്ച് പച്ചക്കറികളൊക്കെ അടർത്തിയെടുക്കണം, ഒരു സാധനം വെട്ടിയെടുക്കണം. അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഞാനിന്ന് വെട്ടിയെടുക്കാൻ പോകുന്നത്. അപൂർവം ചിലർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ കൃഷി സ്ഥലത്തൊക്കെ കാണും, നമ്മൾ വലിയ കൃഷിക്കാരൊന്നും അല്ലല്ലോ. ചെറിയ ഒരു അടുക്കളത്തോട്ടം അതാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അതിനെ ഞാൻ നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരുന്നു. എനിക്കൊരു സന്തോഷം, കാണുന്ന നിങ്ങൾക്ക് കണ്ണിന് ആനന്ദവും അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്ക് കൂടെ അയച്ചു കൊടുത്ത് എനിക്ക് സപ്പോർട്ട് നേടിത്തരണം. എന്താ ചെയ്യുമല്ലോ. ശരി, നമുക്ക് തുടങ്ങാം. ഇത് കണ്ടോ, ഇത് ഞാൻ ടിന്നിലാക്കിയിട്ടിരിക്കുന്നതാ. ടിന്നി കഴിഞ്ഞു, ഇതാ വാതുറന്നിരിക്കുകയാണ് ടിന്നി. അതുകൊണ്ട് ടിന്നിൽ നിന്നും ചാടി അത് പുറത്തോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ പാവലിനെ കട്ട് ചെയ്തെടുക്കാം. നല്ല വലിയ ഒരു പാവയ്ക്ക, ഒന്നല്ല കേട്ടോ, കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് വീഡിയോ ആക്കി ഇതിപ്പോൾ അടർത്തുന്നില്ല. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ കരുതിയത്. പഴുത്ത ഇലകളൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കാം. കൂടുതൽ ഇലകളായാലും നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഇലകൾ തന്നെ അത്രയും കഴിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ആവശ്യത്തിന് ഇല നിർത്തിയിട്ട് ഈ ആവശ്യമില്ലാത്ത താഴോട്ട് നിൽക്കുന്ന ഉപയോഗമില്ലാത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ട പാവയ്ക്കയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടത്തോടെയാണ് നിൽക്കുന്നത്. അത് കണ്ട വലിയ ഒരു പാവയ്ക്ക. ഈ ഒരൊറ്റ പാവയ്ക്ക മതി നമുക്ക് ഒരു കറി. ഇതാ നോക്കിയേ, കണ്ടോ, ഇത് തന്നെ ഒരു 1/4 കിലോ വരൂലേ. കണ്ടോ, നല്ലൊരു പാവയ്ക്ക. ഇത് കണ്ടോ, ഇതും തിന്നിൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ഇതും ഒരു വലിയ പാവയ്ക്കയാണ്. വലിയ തിന്നായത് കാരണം കണ്ടോ, ഇതും ഒരു 10-200 ഗ്രാമെങ്കിലും വരും. കണ്ടോ, ഇപ്പം തന്നെ ഇതാ ഒരു 1.5 കിലോ ആയി. ഇനിയും ചെറുത് ഇവിടെയൊക്കെ ഒരുപാട് നിൽക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഞാനിന്ന് പാവയ്ക്ക അടർത്തി. ഇനി കുറച്ച് തക്കാളി, വഴുതനം ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു സാധനം വെട്ടിയെടുക്കാൻ പോകണം. ഇങ്ങോട്ട് പോകാം. ശരി. കുറച്ച് നാൾ കൊണ്ട് ഞാൻ തക്കാളി പുറത്തുനിന്ന് വാങ്ങുന്നതേ ഇല്ല. ഒത്തിരി തക്കാളി എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടി. വൈകുന്നേരം വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ തന്നെ ഞാൻ ഈ തക്കാളികളൊക്കെ പറിച്ച് കഴിക്കാറുണ്ട്. ഇനി കുറച്ച് വഴുതലങ്ങ പറിക്കാം. ഇതൊക്കെ ചെറുതായിട്ട് നിറയെ നിൽക്കുകയാണ്. ഇത് നല്ല വലിയ ഒരു വഴുതലങ്ങ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യണം. കണ്ടോ, ഇതിലെ ഒരു 5ാമത്തെ വിളവെടുപ്പാണ്. അത്രത്തോളം ഈ വഴുതനം നന്നായിട്ട് കാച്ച്. കണ്ടോ, ഇതൊരു 5ാമത്തെ വിളവെടുപ്പാണ്. ഇതും ആവശ്യത്തിന് കായ എനിക്ക് കിട്ടി. ഈ വഴുതനം നല്ല സ്മൂത്തായിട്ട് വേവും. കറിക്ക് എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ. വഴുതല അവിയൽ, വഴുതല മെഴുക്ക് പുരട്ടി, സാമ്പാറിലൊക്കെ ഉപയോഗിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. ഇതും നല്ല പച്ച വഴുതല. ഇതാ കാച്ച് നിൽക്കുകയാണ്. ഇതിൽ നിന്നും 1-2 എണ്ണം അടർത്തിയെടുക്കുക. ഇത്രയും മതി. ഇത് കണ്ടോ, എത്ര വഴുതലങ്ങ നോക്കിയേ. നല്ല വലിയ വഴുതലങ്ങ, നല്ല ഫീവർ പാവയ്ക്ക, കുറേ തക്കാളി. ഇനിയും കൊണ്ട് അടർത്താൻ ഞാൻ ഇത്രയാണ് ഇപ്പം അടർത്തിയെടുത്തത്. കാരണം പാവയ്ക്ക പഴുക്ക വരെ ചെയ്തു. ഇതിന് വിത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്തുള്ള വിത്തെടുത്തിട്ട് ഇതിൻ്റെ ചതയെ നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത്രയും പച്ചക്കറിയും വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സാധനം വെട്ടിയെടുക്കാൻ പോകാം. ഞാൻ വെട്ടാന്ന് പറഞ്ഞില്ലേ സാധനം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞൾക്കുറിമുണ്ട് ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു. കുന്നിമണി ചെപ്പേ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഞാൻ തൊട്ടെടുത്തു. എൻ വിരൽ തുമ്പിൽ നിന്ന വർണ്ണരേണുക്കൾ എൻ നെഞ്ചിലാകെ പടർന്നു. ഒരു പൂമ്പുലർമേള വിടർന്നു. ഒരു പൂമുലർമേള വിടർന്നു എന്ന് പറഞ്ഞതുപോലെ മഞ്ഞയാണ് ഞാനിപ്പോൾ വെട്ടാൻ പോകുന്നത്. കണ്ടല്ലോ, ഇതാ മുളച്ച് ഇതാ പരുവായി നിൽക്കുകയാണ്. ഇതാ അത് കഴിഞ്ഞതാ
എല്ലാം വെളിയിൽ വന്ന് കണ്ട് അടുത്ത് മുളയ്ക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇതിനെ വെട്ടാമെന്ന് വിചാരിച്ചു. എന്താ വെട്ടിയെടുക്കാമല്ലോ. ഇതാ നോക്കി, നല്ല ഉറച്ചു നിൽക്കുകയാണ്. വെട്ടിയാലേ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. വെട്ടിട്ടെ. ഇത് ആഴത്തിൽ കിടന്നിറങ്ങണമെന്നും അല്ല, എന്നിട്ട് വെറി സമയമായോണ്ടാണ് ഉറച്ച് നിൽക്കണം. പൊട്ടി എന്തോ ഒരു മഞ്ഞ കളറെന്ന് നോക്കിയേ. എല്ലാം പൊട്ടി പൊട്ടി പോകും. പിഴുതതിന് ശേഷം വെട്ടാം. എന്തോ ഒരു മഞ്ഞ കളർ നോക്കിയേ, കണ്ടോ? ഇതാണ് യഥാർത്ഥ ഒറിജിനൽ മഞ്ഞ. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. വെട്ടിയെടുക്കാൻ പാടില്ല. ഞാൻ വിചാരിച്ച് ഈസി ആയിട്ട് വെട്ടിയെടുക്കാം. ഇന്നലെയൊക്കെ വെള്ളം ഒഴിച്ചിട്ടതാണ്. എന്നിട്ട് ഇത്തിരി പാട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആരെയെങ്കിലും കൊണ്ട് വെട്ടിച്ചത്. ഇത്ര പാടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ട, ഭയങ്കര പാട്. ഉറച്ചിരിക്കുകയാണ് കേട്ടോ. വേറെ വേലികളും കൂടെ വന്ന് അതാണ് ഇത്ര പാടായി പോയത്. കണ്ട, ഇതിന് മുമ്പ് ഞാനിവിടെ നട്ടിരുന്ന് വെട്ടിയെടുത്ത് അന്നൊരു 7-8 കിലോ ഉണ്ടായിരുന്നു. കണ്ട, ഇപ്പോഴും കുറവൊന്നുമില്ല. എന്നാലും മണ്ണിനടിയിലെ പൊന്നമ്മയാണിത്. എന്നുവെച്ചാൽ പൊന്ന് പോലത്തത്. ഈ സ്വർണ്ണ കളറിനെ ഉദ്ദേശിച്ച് അങ്ങനെ പറയും, മണ്ണിനടിയിലെ പൊന്നമ്മ. ഇങ്ങനെ ഈ മുളച്ചിരിക്കുന്ന ഭാഗവും ഇതിൻ്റെ തുമ്പെല്ലാം അരിഞ്ഞിട്ട് മൂടും, വീണ്ടും നടാം. അങ്ങനെ നട്ടതാണ് ഞാൻ. അന്നൊരിക്കൽ വെട്ടിയെടുത്തതിന് ശേഷം അങ്ങനെയാണ് ഇവിടെ നട്ടത്. ഇതൊക്കെയാണ് നമ്മൾ നട്ട് വളർത്തേണ്ടത്. മറ്റുള്ളതിനെക്കാളിലൊക്കെ ഒത്തിരി കെമിക്കലൊക്കെ ചേർക്കുന്ന മഞ്ഞയിലൊക്കെയാണ്. മഞ്ഞ ഫിവർ മഞ്ഞയൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ ചന്തയിൽ നിന്നൊക്കെ നമ്മൾ ഈ മുഴുവൻ മഞ്ഞ വാങ്ങി ഉണക്കി പൊടിച്ചെടുത്താൽ അത് കൊള്ളാം. ഇല്ലാതെ വാങ്ങുന്ന മഞ്ഞയൊക്കെ ഭയങ്കര കെമിക്കലാണ്. നമ്മളതിൽ ഒരിത്തിരി പോരെ ചുണ്ണാമ്പ് പുരട്ടി നോക്കണം, പെട്ടെന്ന് റെഡ് കളറാവും. അത് മായം ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് റെഡ് കളറാവുന്നത്. വെട്ടിയെടുത്തിട്ട് കാണിച്ചു തരാവേ. കായ്ഫലം ഉള്ളതൊക്കെ ഇതുപോലെ കണ്ടോ, ഞാൻ പുറ്റ് പോലെ ഇരിക്കും. ഇവിടെ നിന്ന് 5-6 ഒടിയും ചെയ്തു. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഓരോ അങ്ങോട്ട് നല്ല കായ്ഫലമുണ്ട്. ഓരോ മൂടും നല്ല ഫിവർ മഞ്ഞയാണ്. ഇതുപോലുള്ള മഞ്ഞയൊക്കെ സ്വർണത്തിന് സമമാണ് ഇങ്ങനെ കിട്ടുന്നത്. അത്രത്തോളം വെട്ടേണ്ടി വന്നു. വെള്ളം ഒഴിച്ച് തന്നെയാണ് വെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തളർന്നു. ഇത്രയും മൂടാണ് കണ്ട. ഇത്രയും മൂട്ടിൽ നിന്നാണ് എനിക്ക് ഇത്രയും കിഴങ്ങ് കിട്ടി. എന്താ ഒരു 7-8 കിലോ കണ്ട. എന്താ നല്ല ഫീവർ, നല്ല സൂപ്പർ മഞ്ഞ കണ്ട, നല്ല മുറ്റിയത്. ഇനി ഇതിനെ കഴുകി പുഴുങ്ങി, വെള്ളത്തിലല്ല, വെള്ളത്തിടാൻ പാടില്ല, കരയിൽ വെച്ച് ഇഡലി പാത്രത്തിലോ എന്തെങ്കിലും വെച്ച് കുക്കറിൻ്റെ അകത്ത് തട്ട് വെച്ചോ ഇതിനത്രയും പുഴുങ്ങണം. പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്ത് മില്ലി കൊടുത്ത് പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മുഖത്ത് പുരട്ടാനാകും. ഇതുപോലെ പച്ച 2-3 വച്ചിരുന്നാലേ നമുക്ക് വേണമെങ്കിൽ പച്ച കൊച്ചു പിള്ളേർക്കൊക്കെ മുഖത്ത് പുരട്ടാൻ നല്ലതാണ്. പച്ചമഞ്ഞൾ പൊടിച്ചെടുത്തിട്ട് കുറച്ച് പൊടി മാറ്റി വെച്ച് മുഖത്ത് പുരട്ടാനും കറി വയ്ക്കാനും ഇതുപോലെ വേറെ മഞ്ഞൾ കിട്ടൂല. സ്വർണ്ണം പോലത്തെയാണ്. എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കൃഷിയുടെ വിജയം. എന്നുവെച്ചാൽ എനിക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.